ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ബ്ലോക്ക് ചെയ്തു, ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്തു, ഒന്ന് അൺബ്ലോക്ക് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് മറ്റേ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ തോട്ട് പ്രോസസ്സിലൂടെ അവർ നമ്മൾ മിസ് ചെയ്യുകയും നമുക്ക് ഇങ്ങോട്ട് അൺബ്ലോക്ക് ചെയ്യാനും ഉള്ള ഒരു മനസ്സ് അവർക്ക് വരിക, അങ്ങനെയുള്ള കുറച്ച് ടെക്നിക്കുകളും പരിപാടികളൊക്കെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു മെസ്സേജാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ മെസ്സേജ് വരാനും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ പറ്റാവുന്ന ആളുകൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. 55x5 മെത്തേഡാണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് ലോ ഓഫ് അട്രാക്ഷനിലെ 55x5 മെത്തേഡ്? ഒരു സെൻറ്റൻസ് അത് 5 ദിവസം തുടർച്ചയായി 55 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതുക. ടോട്ടൽ ചെയ്യേണ്ടത് 5 ദിവസം, എഴുതേണ്ടത് 55 തവണ. ആ സെൻറ്റൻസ് എന്താണ് എന്നുള്ളതാണ് ഇനി എക്സാക്റ്റ് പോയിന്റ് കിടക്കുന്നത്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് അതെങ്ങനെയാണ് ആ സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി പറയാം. ഇപ്പോൾ നമ്മളൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ, അത് നടന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് പറയുന്നത്. വേർഡ്സ് ആർ സോ പവർഫുൾ. അപ്പോൾ നമ്മൾ 55 തവണ വെച്ച് 5 ദിവസം ഇത് എഴുതുമ്പോഴേക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് ഇത് പതിയും. അത് പതിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ തോട്ട് പ്രോസസ്സായിട്ട് മാറും. അങ്ങനെ മാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ എത്രത്തോളം പവർഫുൾ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആ തോട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു? അത് ഒരു സംഭവം നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണെങ്കിൽ അതിന് പവർ കൂടും, പെട്ടെന്ന് നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിച്ചോ. ആ വ്യക്തി അൺബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സുഹൃത്തിനോട് നിങ്ങൾ പോയി പറയുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാ പറയാ? എടാ, അവളെന്നെ അൺബ്ലോക്ക് ചെയ്തു കേട്ടോ എന്നല്ലേ നമ്മൾ പറയാ. അപ്പോൾ ആ സെൻറ്റൻസ് നിങ്ങൾ പിക്ക് ചെയ്തോ. അവൾ എന്നെ അൺബ്ലോക്ക് ചെയ്തു. അവൾ എന്നുള്ള സ്ഥലത്ത് ആ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പ്രിയ ആണെങ്കിൽ പ്രിയ എന്നെ അൺബ്ലോക്ക് ചെയ്തു. അതാണ് നമ്മൾ എഴുതാൻ പോകുന്ന സെൻറ്റൻസ്. ഓക്കെ, ഇനി ആ വ്യക്തി എന്നെ വിളിച്ചു, ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു, ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? നമ്മളെങ്ങനെ പോയി പറയാം? എടാ, പ്രിയ എന്നെ വിളിച്ചു കേട്ടോ, അങ്ങനെയാണല്ലോ നമ്മൾ പറയുക. അപ്പോൾ പ്രിയ എന്നെ വിളിച്ചു, എന്നെ ഫോണിൽ വിളിച്ചു എന്നുള്ള രീതിയിൽ സെൻറ്റൻസ് എഴുതാം. അല്ലെങ്കിൽ പ്രിയ എനിക്ക് മെസ്സേജാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്തു പറയും? പ്രിയ എനിക്ക് മെസ്സേജ് അയച്ചു എന്നാണ് പറയുക. അപ്പോൾ പ്രിയ എനിക്ക് മെസ്സേജ് അയച്ചു എന്നുള്ള, അപ്പോൾ കഴിഞ്ഞു പോയ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ആ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതി. അതാണ് നമ്മൾ 55 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? മെസ്സേജാണോ, അൺബ്ലോക്കാണോ, കോളാണോ, എന്താണെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയുക. എങ്ങനെയാണ് ആ രീതിയിൽ നിങ്ങൾ അത് നടന്നു കഴിഞ്ഞു അത് പറയുമ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസ് വരിക? ആ സെൻറ്റൻസ് നിങ്ങൾ 55 തവണയാണ് എഴുതുക. ആ സെൻറ്റൻസിൻ്റെ കൂടെ തന്നെ താങ്ക് യു ഗോഡ് അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് ഒരു തവണ കൂടി എഴുതുക. ആ സെൻറ്റൻസ് പ്ലസ് താങ്ക് യു ഗോഡ്, ദൈവത്തിന് നന്ദി. അത് 55 തവണ വെച്ച് 5 ദിവസം തുടർച്ചയായി എഴുതുക. ഇനി ഇത് എഴുതേണ്ട സമയം രാവിലെ എണീറ്റ് ഉടനെ ചെയ്യുക. ഇനി രാവിലെ സൗകര്യമില്ലാത്ത ആളുകളാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്ത് ചെയ്യുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവാണ്. ഒരു സമയം അങ്ങോട്ടോ അരമണിക്കൂർ മാറിയത് കൊണ്ട് റിസൾട്ട് ഇല്ലാണ്ടാവുമൊന്നുമില്ല. പക്ഷെ ഒരേ സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി മാനിഫെസ്റ്റേഷൻ സ്പീഡപ്പ് ആകും. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക. 5 ദിവസം ചെയ്തിട്ട് ഒരു 21 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് റിസൾട്ട് കിട്ടും. വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ റിസൾട്ട് കാണാനായിട്ട് പറ്റും. ടോട്ടൽ ചെയ്യേണ്ടത് 5 ദിവസമേ ഉള്ളൂ. 5 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വിട്ടേക്ക് അത് ആലോചിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ മെസ്സേജോ കോളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് താഴത്ത് വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ജസ്റ്റ് എങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്തിടുക, ലൈക്ക് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ
സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ പറയാനുള്ളത്, നമുക്ക് ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. ആ കോഴ്സിൽ നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ്, നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ റീഅട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ടെക്നിക്കുകളൊക്കെ അതിൽ പറയുന്നുണ്ട്. എല്ലാം തോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകളാണ്. അത് അപ്ലൈ ചെയ്യുന്നത് വഴി ആ വ്യക്തിക്ക് നിങ്ങളോടൊരു മിസ്സിങ് ഫീൽ ചെയ്യുകയും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരികയും നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ പറ്റും. അപ്പോൾ എല്ലാം ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഏകദേശം നമ്മളൊരു 21 ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യണം. മോർണിംഗിൽ ഒരു 15 മിനിറ്റ്, നൈറ്റ് ഒരു 15 മിനിറ്റ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അതിന് സമയം മാറ്റിവെക്കാനുള്ള ആളുകൾക്ക് അത്തരം കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാനും പറ്റും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ അതുപോലെ റിലേഷൻഷിപ്പ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. അതിൽ ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാനുള്ള ധാരാളം ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. സ്വിച്ച് വേർഡ്സ് ഉണ്ട്, മന്ത്രാസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ ധാരാളം ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകളുണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ. പിന്നെ അതുപോലെ നമുക്ക് പവർ യോഗി എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. നമ്മുടെ തേർഡ് ഐ പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാനുള്ള കുറേ ടെക്നിക്കുകൾ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അത്തരം കോഴ്സുകളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുക, വിളിച്ചന്വേഷിക്കുക. എന്നിട്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, പഠിക്കുക. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വലിയ സക്സസ് ഉണ്ടാവട്ടെ എല്ലാ മേഖലയിലും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.